തീർച്ചയായിട്ടും ഭിന്നിപ്പുണ്ട്. ഭിന്നിപ്പ് രണ്ട് തലത്തിലാണ് എന്നതാണ് എൻ്റെ നിലപാട്. ഒന്ന് രാഷ്ട്രീയമായും മറ്റൊന്ന് ആശയപരമായും. രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ 1989 കാന്തപുരം വിഭാഗം AP വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടതുപക്ഷവുമായിട്ട് ഏറെക്കുറെ സഹകരിച്ച് മുന്നോട്ട് പോവുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ EK വിഭാഗത്തെ ഒപ്പം നിർത്താൻ എല്ലാ കാലഘട്ടങ്ങളിലും ലീഗ് കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും രൂപപ്പെടാത്ത ഒരു ബുദ്ധിമുട്ട് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ EK വിഭാഗത്തിൻ്റെ സുന്നി വിഭാഗത്തിൻ്റെ സമസ്തയുടെ തലപ്പത്തേക്ക് എത്തുന്ന സമയത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സമസ്തയ്ക്കൊരു സ്വതന്ത്ര അസ്തിത്വം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് ലീഗ് കാണുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്രഭാതം പത്രം. സുപ്രഭാതം പത്രത്തിലാണ് ചന്ദ്രികയേക്കാൾ സർക്കുലേഷൻ. അത് ലീഗിനെ സംബന്ധിച്ചുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. അപ്പോൾ സ്വതന്ത്രമായ അസ്തിത്വം സമസ്തയ്ക്കുണ്ടാവുന്നു. സമസ്തയുടെ ആശയപ്രചരണമായിട്ടുള്ള സുപ്രഭാതത്തിന് ചന്ദ്രികയോളമോ ചന്ദ്രികയേക്കാളോ വലിയ സർക്കുലേഷൻ ഉണ്ടാവുന്നു. സ്വന്തമായി തീരുമാനങ്ങൾ ലീഗിനോട് കൂടിയാലോചിക്കാതെ മുസ്ലിം വിഷയങ്ങളിൽ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് 1989 ശേഷം ലീഗും സമസ്തയും തമ്മിലുള്ള രസതന്ത്രത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസമായിട്ടാണ് പൊതുവെ കാണുന്നത്. ഇപ്പോൾ അതിലാണ് പല വിഷയങ്ങൾ. ഉദാഹരണത്തിന് നേരത്തെ അലിക്കുട്ടി മുസ്ലിയാർ കേരള പര്യടനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വിഷയം, ആ വിഷയം വരുന്ന സമയത്ത് ലീഗിൻ്റെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയി അല്ലേ? അതിനുശേഷം വഖഫിൻ്റെ വിഷയം വരുന്ന സമയത്ത് PSCക്ക് വിട്ടിരിക്കുന്നൊരു തീരുമാനം ലീഗ് ശക്തമായ എതിർപ്പ് ഉയർത്തുമ്പോഴും കോർഡിനേഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്ന രണ്ട് സുന്നി വിഭാഗങ്ങളുടെയും EK AP വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അപേക്ഷയെ മാനിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാർ അത് പിൻവലിക്കുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ അതും ലീഗുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല, സമസ്തയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു. സിവിൽ കോഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ പോകണമോ എന്ന ചോദ്യത്തിന് ലീഗിൻ്റെ അഭിപ്രായത്തെ മാനിക്കാതെ സമസ്ത പങ്കെടുക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ ലീഗിൻ്റെ അഭിപ്രായത്തിനും അപ്പുറം സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലേക്ക് സമസ്ത മാറുന്നു എന്നുള്ളത് തീർച്ചയായും ലീഗിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ഇനി ആശയപരമായ ഭിന്നിപ്പ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വിശേഷിപ്പിച്ചതുപോലെ മുജാഹിദ് വിഭാഗം ഒരു ഭാഗത്ത് പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ ഒരു ആശയവുമായിട്ട് ഈ സലഫി മുജാഹിദ് വിഭാഗവും മറുഭാഗത്ത് മൗദൂദിയൻ ആശയങ്ങളും ഈ ലീഗുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നൊരു വലിയ ഒരു സംശയം സമസ്തയ്ക്കുള്ളിൽ ഒരു വിഭാഗത്തിന് രൂപപ്പെട്ട് വരുന്നുണ്ട്. കാരണം സമസ്തയ്ക്ക് ഒരു കാരണവശാലും ചേർന്ന് പോകാൻ പറ്റാത്ത രണ്ട് ആശയങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന മൗദൂദിയൻ ആശയവും മറുഭാഗത്ത് പ്യൂരിറ്റൻ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സലഫി മുജാഹിദ് ആശയങ്ങളും. നോക്കൂ, തിരൂരങ്ങാടിയിൽ കാൻഡിഡേറ്റായിട്ട് KP മജീദ് വരുന്ന സമയം, അതേപോലെ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് PMA സലാം വരുന്നു. ഇത് രണ്ടും സമസ്തയെ സംബന്ധിച്ച് വലിയ അത്ഭുതമുണ്ടാക്കിയ സംഭവമാണ്. ഒന്ന്, ആരാണ് വരുന്നത്? PMA സലാം. PMA സലാം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? സേട്ടു സാഹിബിൻ്റെ കൂടെ പോയിട്ട് തിരികെ വരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി മുജാഹിദിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു എന്നുള്ളത് മുജാഹിദിനുകളെ ആ അർത്ഥത്തിൽ ആശയപരമായി അംഗീകരിക്കുന്നതിൽ താത്വികമായി ബുദ്ധിമുട്ടുള്ള സമസ്തയെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടാണ് സാമുദായികമായി ദഹിക്കുക എന്നുള്ളത്. അതിനേക്കാൾ വിയോജിപ്പുള്ള ഈ മൗദൂദിസ്റ്റുകളുമായിട്ട് ജമാഅത്തുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരുമിച്ച് പോകാൻ അവർ കണക്കാക്കുന്നത് സമസ്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ അന്ധവിശ്വാസികളാണ് എന്നാണ്. യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികളല്ല എന്നാണ്. ഖബറുമായി ബന്ധപ്പെട്ട ബഹുദൈവാരാധനകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ്. അങ്ങനെ വ്യത്യസ്ത ആശയധാരകളിൽ മൗദൂദിസ്റ്റുകളും ഈ പറയുന്ന സമസ്തയും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. അവിടെയാണ് ലീഗ് ജമാഅത്തെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു, അതേപോലെ മുജാഹിദുകളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കൊയിലേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ പൊളിറ്റിക്കൽ കൊയിലേഷനോട് യഥാർത്ഥത്തിൽ സമസ്തയ്ക്ക് ആശയപരമായി വിയോജിപ്പുണ്ട്. അത് സമസ്ത പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ സൗമ്യമായി പ്രകടിപ്പിക്കുന്നു. ഉമർ ഫൈസി മുക്കം അത് രാഷ്ട്രീയമായ ഒരു പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് പ്രകടിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ ചേരുകളിൽ വന്നിരിക്കുന്ന ആളുകളുടെ പേരുകൾ ലീഗ് വിരുദ്ധപക്ഷത്ത് നിൽക്കുന്നത് ഉമർ ഫൈസി മുക്കം ഒറ്റയ്ക്കല്ല. ഹമീർ ഫൈസി അമ്പലക്കടവുണ്ട്, സത്താർ പന്തല്ലൂരുണ്ട്, മുസ്തഫ മുണ്ടുപാറയുണ്ട്. പക്ഷേ ഈ മുസ്തഫ മുണ്ടുപാറ മുൻപം വിഷയത്തിൽ കുറച്ചുകൂടി കടുത്ത നിലപാടെടുത്തു കേട്ടോ. ഇനി ലീഗ് അനുകൂല ഭാഗത്ത് നിൽക്കുന്നതോ അബ്ദുൽ സമദ് പൂക്കോട്ടൂരുണ്ട്, നാസർ ഫൈസി കൂടത്തായിയുണ്ട്, ഇനി ബദ്വിയുണ്ട്, നമ്മൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ബഹാവുദ്ദീൻ നദ്വിയുണ്ട്. ഈ ബഹാവുദ്ദീൻ നദ്വിയെക്കുറിച്ചും സമസ്തയ്ക്കുള്ളിൽ ചില ആശയങ്ങൾ, ചില ആളുകൾക്കുള്ള സംശയം ഇദ്ദേഹം മൗദൂദിസ്റ്റ് ആശയങ്ങളുമായി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആശയങ്ങൾ എന്ന് പറയുമ്പോഴേ ഇത് പുരോഗമനാശയവും പിന്തിരിപ്പൻ ആശയവും തമ്മിലുള്ള സംഘടനമല്ല കേട്ടോ. ഏതാ ഇതിനകത്ത് നടക്കുന്നത്? സമസ്തയിൽ നടക്കുന്നത് അങ്ങനെയല്ല. എങ്ങനെയാണ് ഒരു മൗദൂദിസ്റ്റ് ആശയത്തെ സമസ്തയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുക?
ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. പക്ഷേ പുരോഗമനാശയവും പിന്തിരിപ്പനാശയവും തമ്മിൽ തർക്കമല്ല നടക്കുന്നത്. ഉമർ ഫൈസി മുക്കം എന്താണ് പറഞ്ഞത്? പറഞ്ഞു തീർക്കട്ടെ. നേരത്തെ സ്മൃതി പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. അവിടെ ഉമർ ഫൈസി മുക്കം CPM-ന്റെ ഏജന്റായിട്ടല്ല സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആശയപരമായ വിയോജിപ്പിനെ ജഫ്രി മുത്തുക്കോയ തങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ജഫ്രി മുത്തുക്കോയ തങ്ങൾ ആശയപരമായി വിയോജിച്ച് നിൽക്കുകയാണ് മുജാഹിദ് വിഭാഗവുമായിട്ട്. ജഫ്രി മുത്തുക്കോയ തങ്ങൾ ആശയപരമായി വിയോജിച്ച് നിൽക്കുകയാണ് ജമാഅത്തെയുമായിട്ട്. പക്ഷേ ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പണ്ഡിതൻ എന്ന നിലയിലും സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയിലും വളരെ സൗമ്യമായിട്ടാണ് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് PMS ഒറ്റ ഫോൺ കോളിൽ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ പറ്റുന്ന ആളെന്ന് ജഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ചത്. ജഫ്രി മുത്തുക്കോയ തങ്ങളെ എത്ര പേർ വിമർശിച്ചു? ഈ സംഘടനയിലെ ചെറുപ്പക്കാർ വന്ന് വിമർശിച്ചില്ലേ? അവിടെല്ലാം ജഫ്രി മുത്തുക്കോയ തങ്ങൾ സൗമ്യമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം. പക്ഷേ ഉമർ ഫൈസി മുഖം അങ്ങനെയല്ല, കുറച്ചുകൂടി തീവ്രമായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷത്തിന്റെ ചേരിയിൽ എന്ന വണ്ണമാണ് ഉമർ ഫൈസി മുഖം അത് പ്രതികരിക്കുക. അവിടെയാണ് ഉമർ ഫൈസി മുഖത്തിന്റെ പ്രതികരണം മുഷാവറയിൽ കള്ളന്മാർ എന്നുള്ള പ്രയോഗം ഉണ്ടാവുന്നതും അത് ജഫ്രി മുത്തുക്കോയ തങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. ജഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു, എന്നെ കൂടി ആ കള്ളന്മാരുടെ പരിധിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാനതല്ല വിശദീകരിക്കാൻ ശ്രമിച്ചെന്ന് പറയുമ്പോൾ ആ പ്രസ്താവനയിൽ വിയോജിച്ചുകൊണ്ടാണ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് രാഷ്ട്രീയപരമായൊരു വിയോജിപ്പുണ്ട്. ആ രാഷ്ട്രീയപരമായ വിയോജിപ്പ് ഉമർ ഫൈസി മുഖം അടക്കമുള്ളവർ ഒരു സ്വതന്ത്ര അസ്തിത്വം സമസ്തയ്ക്ക് ഉണ്ടാവണമെന്ന് വാദിക്കുന്നു. ലീഗിന്റെ പിടിയിൽ നിന്ന് സമസ്തയെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ള ആശയമാണ്. എന്നാൽ അതേ എന്ത് ആശയമായാലും സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നതാണ് ഇവരുടെ പൊതുവാശയം. സമസ്തയുടെയാണോ? അല്ലല്ല, ഉമർ ഫൈസി മുക്കം എനിക്ക് നൽകിയ അഭിമുഖത്തിലല്ലേ പറഞ്ഞത് തട്ടമിടാത്ത സ്ത്രീകൾ മോശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞത്. താലിബാൻ വിസ്മയം എന്ന് പറയുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ പുരോഗമന ആശയം ഇല്ല എന്നുള്ള അതാണ് ഞാൻ വാദിക്കുന്നത്. മറ്റിടത്തുണ്ട്, ഞാൻ അത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ പുരോഗമനാശയം തമ്മിലുള്ള തർക്കമല്ല നടക്കുന്നത്. ആശയപരമായി നിങ്ങൾക്ക് പ്യൂരിറ്റൻ ഇസ്ലാമുമായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ടും സമസ്തയ്ക്ക് കോംപ്രമൈസ് ചെയ്യുക സാധ്യമല്ല. സമസ്ത എടുത്തിരിക്കുന്ന EK വിഭാഗം സമസ്ത എടുത്തിരിക്കുന്ന നിലപാട് ആ അർത്ഥത്തിൽ വളരെ വളരെ വ്യക്തമായ നിലപാടാണ്. ആ നിലപാടാണ് ലീഗിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായി നമ്മളെല്ലാം അംഗീകരിക്കുന്നതും. ലീഗിന്റെ രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ഘട്ടത്തിലാണ്. അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ മൗദൂദിസ്റ്റുകളുമായിട്ടും മുജാഹിദുകളുമായിട്ടുമുള്ള കോംപ്രമൈസ് എന്നുള്ളത് സമസ്തയിലെ EK വിഭാഗത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പ്രോഗ്രാമിലെ വൈറസ് എങ്ങനെ കയറുന്നോ അതേപോലെ ചില ഘടകങ്ങൾ ഈ സമസ്തയിലെ ഒരു പ്രോഗ്രാമിംഗ് നിശ്ചയിച്ചു തുടങ്ങിയിരിക്കുന്നു. അവിടെയാണ് ചില ആളുകളെ മൗദൂദിസ്റ്റുകളുടെ ഏജന്റായിട്ട് ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അവരെ തിരിച്ചറിയണം. അവരെ ചിലർ വിശേഷിപ്പിക്കുന്നത് മൗദൂദിസ്റ്റ് ചാരന്മാരെന്നാണ് കേട്ടോ. ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് ചില മൗദൂദിസ്റ്റ് ചാരന്മാരുണ്ട്. അവരുടെ ഉദ്ദേശം എന്താ? അതാണ് ഖാസി വിഷയം ചെറുതായിട്ട് വന്നതാണോ നിങ്ങൾ കരുതിയത്? ഖാസി വിഷയത്തിന്റെ പ്രശ്നം എന്താ? ഈ ആരാധനാലയങ്ങളുടെ ഈ ഖാസി സ്ഥാനം പാണക്കാട് തങ്ങളിലേക്ക് പോകുമ്പോൾ തങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതല്ല ഭയം. ഭാവിയിൽ ഇതിന്റെ ഉത്തരവാദിത്വം ആരിലേക്ക് പോകുന്നു? ഇത് മുജാഹിദുകളിലേക്കും മൗദൂദിസ്റ്റുകളിലേക്കും പോകാൻ പോകുന്നു. അങ്ങനെ കാലങ്ങളായി തങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു സംവിധാനത്തെ തദ്ദേശീയമായ സംസ്കാരവുമായി ചേർന്നുകൊണ്ടുള്ള ഇസ്ലാമിസം ഉണ്ടല്ലോ, ആ ഇസ്ലാമിസമാണ്. അപ്പൊ അതിനകത്ത് വേറെ കാര്യമുണ്ട് കേട്ടോ സ്മൃതി. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാ ആളുകളെയും മുജാഹിദുകളെയും അതേപോലെ തന്നെ ജമാഅത്തുകളെയും സുന്നികളെയും ഒക്കെ ചേർത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഒറ്റക്കെട്ടാക്കി നിലനിർത്താനൊരു ശ്രമം ഉണ്ടെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് എന്തുകൊണ്ട് യോജിച്ചുകൂടാ ചോദ്യമാണ് ഉണ്ടാവുന്നത്. അതാണ് ചോദ്യം. കാരണം അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെ ഏറ്റവും നന്നായിട്ട് സംഘപരിവാറിനെ ഫൈറ്റ് ചെയ്യുന്നത്, അവരുമായിട്ട് യോജിച്ചുകൂടെ എന്നുള്ളതാണ് ഈ വിഭാഗത്തിന്റെ ചോദ്യം, പൊളിറ്റിക്കലായ ചോദ്യം. നദ്വി ചോദിക്കുന്ന ചോദ്യം എന്താ? അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലെന്നാ. പക്ഷെ നദ്വിയുടെ ആശയങ്ങളെ സംശയത്തോടെ കാണുന്നവർ പറയുന്നത് എന്താ? മൗദൂദിസ്റ്റ് ആശയങ്ങളുമായി ഞങ്ങൾക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല. അതായത് കമ്മ്യൂണിസ്റ്റുകൾ യഥാർത്ഥത്തിൽ മതവിരോധികളാണെന്ന് ഞങ്ങൾക്കറിയാം, അത് പ്രത്യക്ഷമാണ്. എന്നാൽ വഹാബിസം അതിനേക്കാളും അപകടമാണ് എന്നാണ് ആ വിഭാഗം എടുക്കുന്നത്. പിന്നെ സ്മൃതി പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ശരിയാണ്, ഈ പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുന്ന ഒരു വിഷയം അതിനകത്തുള്ളത്. ഇതിനകത്ത് രണ്ട് വിഭാഗങ്ങളുണ്ട് സ്മൃതി. അതായത് ഒരു വിഭാഗം എന്താണെന്നറിയോ, അവരുടെ സ്ത്രീകളെ സ്വതന്ത്രമായിട്ട് വിടും, അവരെ പഠിപ്പിക്കും, അവർക്ക് നന്നായിട്ട് പിന്നെ സമൂഹത്തിൽ പെരുമാറാൻ അവസരം കൊടുക്കും. പക്ഷേ അന്യമതത്തോട് വളരെ ഒട്ടും തന്നെ പീസ്ഫുള്ളായ ആറ്റിറ്റ്യൂഡല്ല. നേരെ മറിച്ച് മറ്റേ വിഭാഗം ഉണ്ടല്ലോ, അവരുടെ സ്ത്രീകൾക്ക് നേരെയൊക്കെ വളരെ പിന്നോക്കമായിട്ടുള്ള പിന്തിരിപ്പനായിട്ടുള്ള ആശയങ്ങളൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും അന്യമത സൗഹൃദം എന്ന് പറയുന്ന ഒരു ആശയമായി കൊണ്ട് നടക്കുന്നവരുമാണ്. രണ്ടിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെ പിന്തിരിപ്പനായ ഒരു ആശയം മുസ്ലിം ലീഗ് പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് കടന്നു കയറി അതിൻ്റെ ആശയത്തെ, അതിൻ്റെ ഐഡിയോളജിയെ, അതിൻ്റെ പ്രോഗ്രാമിനെ
അങ്ങനെ നിശ്ചയിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു സാഹചര്യം ലീഗ് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എങ്കിൽ, അതിനകത്ത് താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉയർന്നു വന്ന് അതിന് വഴിയൊരുക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് നല്ലതല്ല. സോഷ്യൽ ഫാബ്രിക്കിന് നല്ലതല്ല എന്നുള്ളതാണ് ലീഗിലെ ഇന്നത്തെ യോഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ആ മുനമ്പം വിഷയത്തിൽ അത്തരം നിലപാട് പരസ്യമായി പറഞ്ഞ രണ്ട് നേതാക്കൾക്കും കൃത്യമായ താക്കീത് ലീഗ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ സ്മൃതിയോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്, ഏതെങ്കിലും തരത്തിൽ SDP വിമർശിച്ചാലോ ജമാഅത്തെ വിമർശിച്ചാലോ അത് ഒരു ന്യൂനപക്ഷ വിരോധമാണ് അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രീണനമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അത് CPM എല്ലാ കാലത്തും അത് ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ വെൽഫെയർ പാർട്ടിയുമായി അഥവാ ജമാഅത്തെയുമായിട്ട് പല തലങ്ങളിലും ആശയപരമായിട്ട് വിയോജിക്കുമ്പോൾ പോലും രാഷ്ട്രീയമായിട്ട് അവർ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ SDP-യുമായിട്ട് ഒരു ഘട്ടത്തിലും CPM ആ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയമായ ആശയം പങ്കുവച്ചിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് SDP-യുടെ രാഷ്ട്രീയത്തോട് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയത്തോട് വിയോജിക്കുന്നു എന്നതിന്റെ അർത്ഥം ന്യൂനപക്ഷ വിരോധം എന്നല്ല, അത് ഭൂരിപക്ഷ പ്രീണനമെന്നുമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഞാൻ പറയട്ടെ, ഞാൻ എന്താ ഉദ്ദേശിച്ചത്, ആവശ്യമില്ലാതെ SDP-ക്ക് ഇല്ലാത്ത വലിപ്പം ചൂണ്ടിക്കാണിക്കുകയും SDP-യുടെ വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുമ്പോൾ അവർക്കില്ലാത്ത പ്രാധാന്യം കൊടുക്കുകയാണെന്നുള്ളതാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, SDP-യുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, എന്നുള്ള വേറെ കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്താണ്? ആശയം ഇപ്പോഴും അന്നും ഇന്നും ഒക്കെ ഒരേ ആശയം തന്നെയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെടുത്തത് അല്ല, എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചത്? ഏത് ഘട്ടത്തിലാണ്? പിന്നെ അല്ല, എന്തിനാണ് പിന്തുണ സ്വീകരിക്കുമ്പോഴും ഇപ്പോഴും ഒരേ നിലപാട് ജമാഅത്തെ ഇസ്ലാമിയുടെ? ഏത് ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ ബന്ധവും ഞങ്ങൾക്കില്ല എന്ന് CPM SDP വന്നപ്പോഴോ? SDP വന്നപ്പോൾ മതരാഷ്ട്രം എന്നുള്ള ആശയം എപ്പോൾ വരുന്നു? നിങ്ങൾ ബാബറി മസ്ജിദിന് ശേഷം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ മൗദൂദിസ്റ്റ് രാഷ്ട്രീയവുമായി ഒരു തരത്തിലുള്ള സഖ്യത്തിനും CPM-ഓ ഇടതുപക്ഷമോ തയ്യാറല്ല, SDP തയ്യാറല്ല എന്ന നിലപാട് ഇടതുപക്ഷം എടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ അർത്ഥമുണ്ട്. അതെന്താ കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നത്, UDF-ന് ഇല്ലാതെ പോകുന്നത്? Meet the editors.